പള്ളി ചേരുമെന്ന് കൊച്ചേട്ടൻ വാക്ക് കൊടുത്തായിരുന്നല്ലേ? സ്കൂളിൽ പഠിച്ച കാലത്തുള്ള ചില വർത്താനം തീരുമാനമൊക്കെ അല്ലേ, ചുമ്മാ പിള്ളേര് കളി. പഠിച്ച കള്ളന. പുതുമണവാളനും മണവാട്ടിയും കൂടെ എവിടെ പോയിട്ട് വരുവാ? മിത്രക്കരിയില് കാർത്തിയാനായിട്ടൊരു പേരമ്പ ഉണ്ടോ അവിടെ? കൊച്ചേട്ടൻ കൊണ്ടാ. ഞാൻ ആലപ്പുഴ വരെ പോവാ. പിന്നെ രണ്ടുപേരും കൂടെ സൗകര്യം പോലെ വീട്ടിലോട്ടൊന്ന് വരണം. സരസമ്മ നിങ്ങളുടെ വരവും നോക്കി ഇരിക്കുക. അവക്കെ നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ല, വലിയ വിഷമമാ. അവധി തീർന്നേക്ക് മുമ്പ് വന്നേക്കണേ. ഓ എന്നാ നാട്ടെ. എവിടെയായിരുന്നു ആ കൊച്ചിന്റെ വീട്? അവിടെ കുടികിടപ്പുകാരായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമരം ഉണ്ടായി. സാറാമ്മയുടെ അപ്പന് ഈ സമരക്കാരോട് കൂടി ചേർന്നു. അതിന് താമസ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു. കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞേ. കണ്ണ് കിട്ടാതിരിക്കാൻ ഞങ്ങള് താമസം മാറി പോവാ മലബാറിന്. അവിടെ ഞങ്ങളുടെ ഒരു ഇളയമ്മയുണ്ട്. പിന്നെ വരില്ലേ ഇങ്ങോട്ട്? ഇവിടുന്ന് ആരെങ്കിലും വന്ന് മിന്നെ കെട്ടിക്കൊണ്ടുവന്ന. എന്താ തന്നെ അഭിപ്രായം ഒന്നും പറയാത്ത? ഞാൻ വരും. മതി, ഇനിയോട്ട് വന്നില്ലേലും കുഴപ്പമില്ല. വരുമെന്ന് പറഞ്ഞല്ലോ. ഇനി വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്നെ മറക്കുമോ? മറക്കാതിരിക്കാൻ ഞാൻ ഒരു വട്ടം തരാം, എന്റെ ഓർമ്മയ്ക്കായി. ഇത് കളയാതെ സൂക്ഷിച്ചോണം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പരമോന്നത നീതിന്യായ കോടതി ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിരിക്കുന്നു. ആരും കൊണ്ടൊരു കേസ് കൊടുത്തതല്ല, കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. മന്ത്രി കസേരയിലേക്ക് കയറുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ എന്നൊരു പരിപാടിയുണ്ട്. എന്താണ് സത്യപ്രതിജ്ഞയിൽ പറയുന്നത്? പരമോന്നത നീതിപീഠത്തിനും ഭരണഘടനാ വ്യവസ്ഥയ്ക്കും വിധേയനായി ഞാൻ നാട് ഭരിച്ചോളാമെന്ന്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തത്? പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും മന്ത്രി കോടതി അധിക്ഷേപിക്കുന്നു. അത് നിങ്ങളുടെ നയമാണല്ലോ. യോജിപ്പില്ലാത്തതിനെ അധിക്ഷേപിക്കുക. ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, കോർട്ടലക്ഷ്യത്തിന്റെ പേരിൽ പ്രതിയായ മന്ത്രി രാജിവെക്കണം. ഇല്ലെങ്കിൽ രാജിവെക്കും വരെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കും, ഗതാഗതം തടസ്സപ്പെടുത്തും, പൊതുനിരത്തിൽ. രവീന്ദ്ര സാറേ, സാറ് പെൻഷൻ മേടിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഞാനിവിടെ നിന്ന് നേതാവിന്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. സാറിന് പ്രശ്നം വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ? സാറ് പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ഒരു കണക്കിന് നോക്കിയാൽ സാറിന്റെ നയമാ ശരി. നാട്ടിൽ നടക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പെൻഷൻ, സ്വന്തം വീട്, സ്വന്തം കാര്യം, സ്വന്തം സ്വന്തം
സ്വന്തം. പക്ഷെ എന്നെപ്പോലെ ഒരാൾക്ക് അതിന് പറ്റില്ല. ആ നേതാവ് പറയുന്നത് കോർട്ട് ലക്ഷ്യത്തിന് കേസ് ചാർജ് ചെയ്ത മന്ത്രി രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ ജനകീയ സമരമുണ്ടാക്കി കേരള നാടിനെ സ്തംഭിപ്പിക്കുമെന്ന്. മന്ത്രി പറഞ്ഞ തെറ്റെന്താണെന്നറിയോ? സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ വിധി പറയാൻ നിയോഗിക്കപ്പെട്ട ജഡ്ജി പരാതിക്കാരായ മാനേജ്മെന്റ് സുഹൃത്തുക്കളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിധി നിർണയത്തിന്റെ തലേന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ചത് അപരാധമായി പോയത്. ഇത്രയും നേരം ഞാനിവിടെ ഇരുന്ന് 4-5 നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു. ഒരാൾ പോലും ജഡ്ജി അങ്ങനൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. മറിച്ച് ആ മന്ത്രി രാജിവെച്ചൊഴിയണം എന്നാണ് പറയുന്നത്. എല്ലാം തകിടം മറിയാണ് സാർ. അഴിമതി കാണിക്കുന്ന പോലീസ്, കൈക്കൂലി ചോദിച്ചു വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ, സംശയത്തിന്റെ നിഴലിലേക്ക് നീങ്ങുന്ന നീതിന്യായ കോടതി. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോ അരാഷ്ട്രീയക്കാരനായ സാറിന് പോലും തോന്നില്ലേ ഞങ്ങൾ ഉണ്ടാക്കിയ പോലൊരു മുന്നേറ്റം ഈ നാടിന് ആവശ്യമായിരുന്നു എന്ന്? പ്രതികരണശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. അതിക്രമങ്ങൾക്കെതിരെ പരാതി പറയല്ല വേണ്ടത്, ചോദ്യം ചെയ്യണം, കലാപം ഉണ്ടാക്കണം. ഊർദ്ധശ്വാസം വലിക്കുന്ന ഒരു സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി ചാകണ്ടി വന്നാ ചാകണം, കൊല്ലണ്ടി വന്നാ കൊല്ലണം. ഇൻകുലാബ് സിന്ദാബാദ്. ശനിയാഴ്ച രാത്രി 10 മണിക്കാൻ ഞാനിവിടെ ഹാജരായ പോരെ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റം വാങ്ങിത്തരാൻ ഗോവിന്ദപിള്ള സാർ കരുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ കാർത്തു നീ ചിരിച്ച ബോട്ടിന് നേരമായി. എന്ത് കാര്യത്? കടുംപായസം നോക്കട്ടെ. ഒപ്പി എന്തായി കാണിക്കുന്ന മധുരവാ. അമ്പലത്തിലെ പായസം ഇല്ലടി. അല്ല ശുഗുനെ, കൊച്ചേച്ചി വന്നില്ലേ? വന്നില്ല, ഇന്ന് വിത തുടങ്ങിയില്ലേ. മാത്രമല്ല 3-4 പണിക്കാരുണ്ട്. അതെന്താ കയ്യില്? ഇച്ചിരി കടുമാങ്ങയാ പിള്ളേച്ചന് കൊടുത്തുവിടാൻ. ഈ മാമന്റെ ഒരു കാര്യം. എത്ര മണിക്കാ പോട്ടെ? നല്ല അച്ചാർ. 11 മണിക്ക്. ഞാൻ കടവിലേക്കില്ല കേട്ടോ പിള്ളേച്ചാ. ജാനുവിന്റെ കണ്ണുതീനൊക്കെ എങ്ങനെ പയ്യ കിടക്കുവാ. അളിയാ ബോട്ടിന് നേരമായി. നീ എന്നെ അളിയൻ വയനാട്ടിലേക്കാണോ അതോ പേർഷ്യയിലേക്കാണോ പോണത്? ബോട്ടറിന്റെ പാട്ടിന് പോവും. വാളിയാ വരട്ടെ. പിള്ളേരെ പിരിഞ്ഞ് ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിവൃത്തികേട് കൊണ്ടാ പോകുന്നത്. അളിയനിടക്കൊക്കെ വന്നൊന്ന് അന്വേഷിക്കണം. എന്റെ പൊന്നളിയ, ഒരു പോലീസുകാരനായിട്ട് ഇത്ര ചങ്കുറപ്പില്ലാത്തവനായി പോയല്ലോ. അളിയൻ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ആ ജോസ് കൂട്ടിട്ട് ഡെയിലി ചിട്ടി പൈസ മാസവസാനാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയെ കൂടി സംസാരിക്കണേ. അല്ല, അത് വട്ടവത്താറായില്ലേ? ഒരു വീണ് കാശും വാങ്ങിയതാ. ആകാശിനെ ബിന്ദുവിന്റെ കുടക്കമ്പല് വാങ്ങിയത്. താണ്ട ബോട്ട് വന്നു. ശരിയല്ലേ? ചെന്നാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നോക്കിക്കോണേ. ആ 10 മിനിറ്റ് താമസം കൊണ്ട് ചായ പിടിക്കാനുള്ളൊക്കെ ചായ പിടിക്കാം.